എനിക്കറിയില്ല, നീ പറ. ഞങ്ങളെ മണാലി പോയിട്ട് വരാട്ടാ. അയ്യ, അങ്ങനൊന്നും വേണ്ട. എന്താ അങ്ങനെയല്ല, നല്ല വൃത്തിക്ക് നീ പറഞ്ഞോ. അത് വേണ്ട, ശരി. അപ്പോൾ ശരി, ബൈ ബൈ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് മണാലിയിലേക്ക് നമ്മൾക്ക് എങ്ങനെ ബഡ്ജറ്റായിട്ട് ട്രിപ്പ് പോവാം, അവിടെ പോയാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക, എന്തൊക്കെ കോസ്റ്റുകളാണ് അവിടെ ഉണ്ടാവുക എന്നതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞങ്ങൾ പോയിട്ടുണ്ടെന്ന് കേരള എക്സ്പ്രസ്സിലാണ്. ഡൽഹിയിലേക്കാണ് ഡയറക്റ്റ് ട്രെയിൻ പിടിച്ചത്. സ്ലീപ്പർ ടിക്കറ്റാണ് എടുത്തത്. അത് തൽക്കാലമാണ് എടുത്തത്. അപ്പോൾ ഞങ്ങൾക്ക് വന്ന കോസ്റ്റ് തൃശ്ശൂരിൽ നിന്നും ഡൽഹിയിലേക്ക് പോകാനായിട്ട് 1200 രൂപയാണ് വരുന്നത്. ഇൻ കേസ് നമ്മൾ എ സിയിൽ പോവുകയാണെങ്കിൽ നമുക്കൊരു 3800 രൂപയോളം വരും തൽക്കാലം ബുക്ക് ചെയ്യുന്ന സമയത്ത്. ബട്ട് ഞങ്ങൾ സ്ലീപ്പറിൽ പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതാണെങ്കിൽ 39-40 മണിക്കൂർ നമ്മൾ ട്രെയിനിലിരിക്കുമ്പോൾ ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് പോകാനുള്ള എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് അത് അത്രത്തോളം ഫീൽ ചെയ്യില്ല. ഞങ്ങൾ മണാലിയിലേക്ക് പോകുന്നത് ഒരു പാക്കേജ് ത്രൂ ആണ് കേട്ടോ. ഞങ്ങളുടെ പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡൽഹിയിൽ നിന്ന് ആരംഭിച്ച് ഡൽഹിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതാണ് പാക്കേജിൽ ഞങ്ങൾക്ക് ഉൾപ്പെടുന്നത്. ബാക്കി എല്ലാ കോസ്റ്റും നമ്മുടെ ഓണാണ്. അപ്പോൾ നമ്മൾ ഡൽഹിയിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ട്രെയിൻ എത്തുന്നത് ഒരു മണിയോട് കൂടിയിട്ടാണ്. ഞങ്ങളുടെ പിക്കപ്പ് പോയിൻ്റ് മഞ്ജുനാക്ക ടില്ല എന്ന് പറയുന്ന ഒരു പിക്കപ്പ് പോയിൻ്റാണ്, വോൾവോ പിക്കപ്പ് പോയിൻ്റാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയ സമയം ഒരു മണി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്ലീപ്പറിലാണ് വന്നത്. ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവാൻ വേണ്ടി ഒരു ഹോട്ടൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഹോട്ടലിൽ ഞങ്ങൾക്ക് 4 മണിക്കൂർ നേരത്തേക്ക് വന്ന കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 രൂപയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ ഒന്ന് ബുക്ക് ചെയ്താണ്ട് നമ്മൾ പെട്ടെന്നൊരു ഹോട്ടലിൽ കയറി ചെല്ലുകയാണെങ്കിൽ അവർ തോന്നിയ പൈസയാണ് വാങ്ങുക. അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങളുടെ വോൾവോ ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 6:30ക്കാണ് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 7 മണിക്ക് അവിടെ നിന്ന് പോകുമെന്നാണ് നമ്മളുടെ ഏജൻസിക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു നോർത്ത് ഈസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുകളുടെ ഒരു കോളനി ഉണ്ടായിരുന്നു. വളരെ സൂപ്പറായിട്ട് ഒരു രാജ്യത്ത് പോയൊരു ഫീലാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. അന്ന് ഞങ്ങൾ അവിടെ നിന്ന് പോയിട്ട് കുറച്ച് നൂഡിൽസും അതോടൊപ്പം തന്നെ കബാബ് ചിക്കനൊക്കെ അവിടെ നിന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തിമാരുള്ള ഫുഡാണ്. അവിടെ കണ്ടമാനം ആൾക്കാർ ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇതാണ് ഞങ്ങളുടെ ബസ് കേട്ടോ. ഞങ്ങളുടെ ബസ് കറക്റ്റ് സമയത്ത് തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ടൂർ ഏജൻസി അല്ലെങ്കിൽ ഞങ്ങളുടെ ട്രാവൽസ് എന്ന് പറയുന്നത് വളരെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. എല്ലാ കാര്യങ്ങളും നമുക്ക് വാട്സപ്പ് ത്രൂ ഓരോ കറക്റ്റ് ഒരു ഇൻഡിക്കേഷൻ പോലെ നമുക്ക് മെസ്സേജസ് ആയിട്ടും വോയിസുകളായിട്ട് നമുക്ക് കൺവേ ചെയ്തുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടോ ഒരു കാര്യത്തിലും ഉണ്ടായിരുന്നില്ല. നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടി ട്രാവലായതിനു ശേഷം ഒരു 10 മണിയോട് കൂടിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളോട് പറഞ്ഞായിരുന്നു അവിടെ നിന്നൊന്നും ഫുഡ് അധികം കഴിക്കേണ്ട, ഭയങ്കര എക്സ്പെൻസീവ് ആവുമെന്നാണ് പറഞ്ഞത്. ഞങ്ങളീ കുടിക്കുന്ന കോഫിയുടെ വില ഒരു 80 രൂപയാണ് കേട്ടോ. അത് മുന്നേ ഞങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ ഫുഡ് കഴിച്ചിട്ടാണ് ബസ്സിലേക്ക് കയറിയത്. ഈ യെല്ലോ കളറിൽ കാണുന്ന സെമി സ്ലീപ്പർ ബസ്സിലാണ് നമ്മൾ മണാലിയിലേക്ക് പോകുന്നത്. മണാലിയിലേക്ക് ഡൽഹിയിൽ നിന്ന് 560 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അത് ഓടാൻ വേണ്ട സമയം അവർ പറഞ്ഞത് 15 മണിക്കൂറാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് 7 മണിക്ക് സ്റ്റാർട്ടായിട്ട് നമ്മൾ പുലർച്ചെ ഒരു 7 മണിയോട് കൂടി എത്തുന്നതാണ് പറഞ്ഞത്. ബട്ട് റോഡുകളൊക്കെ വളരെയധികം കംപ്ലൈൻറ്റ് വന്ന് കിടക്കുന്ന റോഡുകളാണ്. എന്തോ കഴിഞ്ഞ കൊല്ലം എന്തോ പ്രളയം വന്ന സമയത്ത് റോഡുകളൊക്കെ തകർന്ന് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡിൽ പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ബസ്സൊക്കെ വളരെ സ്ലോ ആയിട്ടാണ് കുറേ ഏരിയസിലൂടെ കടന്നു പോയത്. ഞങ്ങൾ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ബസ്സൊന്ന് നിർത്തിയിരുന്നു കേട്ടോ. ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ നമുക്ക് ബാത്റൂമിൽ പോകാൻ വേണമെങ്കിൽ ചായ കുടിക്കാം എന്നതിനുള്ള ഓപ്ഷൻസൊക്കെ നമുക്ക് തരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രാവൽ ചെയ്തിട്ട് എത്തേണ്ടതായിട്ടുള്ള സ്ഥലം മണാലിയാണ് കേട്ടോ. മണാലിയിലാണ് നമ്മുടെ സ്റ്റേ ഒക്കെ ഹോട്ടലുകാർ അല്ലെങ്കിൽ നമ്മുടെ ട്രാവൽ ഏജൻസിക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് തലേ ദിവസം തന്നെ നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള ഡ്രൈവറിൻ്റെ ലോക്കലായിട്ട് നമുക്ക് അവിടെ പോകാനുള്ള ഡ്രൈവറിൻ്റെ നമ്പർ നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ മണാലിയിലെ വോൾവോ പോയിൻ്റ്. ഇവിടെ മാക്സിമം എല്ലാ ട്രാവൽ ഏജൻസിക്കാരും വരുന്നത് ഈ വോൾവോ ത്രൂ ആണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയ വശം തന്നെ നമ്മൾക്ക് ഡ്രൈവർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുളുവിലെത്തുമ്പോൾ തന്നെ ഫോൺ വിളിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ നമ്മൾ കുളുവിലെത്തിയപ്പോൾ കുളു മണാലീനെ അപേക്ഷിച്ച് ഒരു 50 കിലോമീറ്റർ മുന്നാണ് കുളു വരുന്നത്. ആ സമയത്ത് വിളിച്ചു പറഞ്ഞു നമ്മുടെ ഡ്രൈവർ, ഇതാണ് നമ്മളുടെ ഹോട്ടൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്നോ ഹിൽ എന്ന് പറയുന്ന ഹോട്ടലാണ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ലൊരു ഹോട്ടലാണ്, ഒരു രീതിക്കും കുറ്റം പറയാൻ പറ്റില്ല. നല്ല ബെഡ്റൂം, നല്ല ബാത്റൂം, അങ്ങനത്തെ ഒരു ഹോട്ടലാണ് നമുക്ക് നമ്മുടെ ഏജൻസിക്കാർ ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. യലഗോ എന്ന് പറയുന്ന ഒരു ഹോളിഡേ പാക്കേജ് കമ്പനിയാണ് നമുക്ക് ഈ മണാലി ട്രിപ്പിൻ്റെ ഓർഗനൈസർ. അപ്പോൾ അവരുടെ കയ്യിൽ 3 തരത്തിലുള്ള പാക്കേജസ് ആണ് അവൈലബിൾ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്റ്റാൻഡേർഡ് ഉണ്ട്, ക്ലാസിക് ഉണ്ട്, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീമിയം ഉണ്ട്. അപ്പോൾ ഓരോന്നിനും ഡിഫറെൻറ്റ് കോസ്റ്റസ് ആണ് അവർ പറഞ്ഞത്. ഈ 3 പാക്കേജിലും താമസിക്കുന്ന ഹോട്ടലാണ് വേരിയേഷൻ വരുന്നത്, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്, ആക്ടിവിറ്റീസൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് നമ്മൾ ഹണിമൂൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം ഒരു ആവറേജിൽ പിടിക്കാമെന്ന് വിചാരിച്ച് ക്ലാസിക്കാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾക്ക് പെർ ഹെഡ് വരുന്ന കോസ്റ്റ് 6500 നമുക്ക് വരുന്നത്. ഈ ഓഫർ ഓരോ സമയത്തിനനുസരിച്ച് വേരി ചെയ്ത് നിൽക്കും. അപ്പോൾ ഞങ്ങൾ പോയ സമയത്തുണ്ടായിരുന്ന ഓഫറാണ് ഈ പറയുന്നത്. നിങ്ങൾ 3 പേരൊക്കെ ആണെങ്കിൽ ഇനിയും പൈസ കുറയും കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 പേരാകുമ്പോൾ ഒരു പൈസ കൂടുതലുണ്ട്, 3 പേര് അതിന് കൂടുതലൊക്കെ ആണെങ്കിൽ റേറ്റുകളിൽ വേരിയേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതൊരു പ്രൊമോഷൻ രീതിയിൽ ചെയ്യുന്നതല്ല, ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. ഇതാണ് ഞങ്ങളുടെ റൂമിൻ്റെ ഔട്ട് സൈഡുള്ള ബാൽക്കണി കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ളത്. നമ്മുടെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് സ്നോ കാണുന്നത്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള വലിയൊരു എന്താ പറയുക, ഒരു സ്വപ്നം തന്നെയാണ് എല്ലാവർക്കും മണാലിയിലേക്ക് പോകണമെന്നുള്ളത്. നമ്മുടെ ചുറ്റും കാണുന്ന ഈ ഉണങ്ങിയ മരം കാണുന്നത് ഇതൊക്കെ ആപ്പിളാണ് കേട്ടോ, ആപ്പിളിൻ്റെ ട്രീ ആണ്. ഞങ്ങൾ പോയത് ഫെബ്രുവരി സമയത്തായതുകൊണ്ട് തന്നെ എല്ലാ ലീഫും കൊഴിഞ്ഞ അവസ്ഥയിലാണ്. ഇനിയൊരു ഏപ്രിൽ അവസാനത്തോട് കൂടിയിട്ടൊക്കെയാണ് ലീഫ് ഒന്ന് തുടങ്ങുക എന്ന കാര്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു കൃഷി എന്ന് പറയുന്ന, അപ്പം ജീവിത വരുമാനം ഇത് തന്നെയാണ്. കുറേ പേര് ടൂറിസത്തിലുണ്ട്, കുറേ പേര് കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്ന ഡ്രൈവർ എന്ന് പറയുന്നത് ഇപ്പോൾ ആപ്പിളിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് ഡ്രൈവിങ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ പാക്കേജുമായിട്ട് കൊളാബ് ചെയ്തിട്ടൊക്കെ ഇവർ ഡ്രൈവിങ്ങും ചെയ്യും, അതോടൊപ്പം തന്നെ ഈ ആപ്പിളിൻ്റെ ഫാമിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയത് ഫസ്റ്റ് നമ്മൾ വന്ന് കുളിച്ച് ഒരു 11 മണിക്ക് നമ്മൾ എത്തിയിട്ടോ, റൂമിൽ കയറി 1:30 ആയപ്പോൾ നമ്മൾ ഔട്ടിങ്ങിന് വേണ്ടി ഇറങ്ങി. നമ്മളുടെ ട്രാവൽ ഏജൻസി തന്നെയാണ് നമുക്ക് ഈ ഡ്രൈവറിനെയും അതോടൊപ്പം തന്നെ കാറിനെയും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് നമ്മുടെ പാക്കേജിൽ 6500 എന്ന് പറയുന്ന പാക്കേജിൽ ഉൾപ്പെടുന്ന കാര്യം തന്നെയാണ് ഡ്രൈവർ, അതോടൊപ്പം തന്നെ കാറും. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ചെന്ന സ്ഥലം എന്ന് പറയുന്നത് ഹിഡിംബ ടെമ്പിളാണ്. ഇന്ന് ഞങ്ങളോട് 3 സൈറ്റ് സീയിങ് ലൊക്കേഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഹിഡിംബ ടെമ്പിൾ, അത് കഴിഞ്ഞ ഒരു ബുദ്ധിസ്റ്റ് മൊണസ്ട്രി എന്ന് പറയുന്ന സ്ഥലം, ഒരു അമ്പലം തന്നെയാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോക്കൽ സ്ട്രീറ്റ് മാർക്കറ്റിലേക്ക് പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ഈ പറഞ്ഞ സ്ഥലം നമുക്ക് ഡ്രൈവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഒരു 1.5 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഒരു 2:30-3 മണിയോട് കൂടിയിട്ട് ആളെ വിളിക്കാനായിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 50% ഇവിടെ വരുന്ന ഇതെല്ലാവരും എനിക്ക് തോന്നുന്നു ന്യൂലി മാരിഡ് കപ്പിൾസ് തന്നെയാണ്. ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് മണാലി വരുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, ഞങ്ങൾ ബസ്സിൽ കയറിയ സമയത്ത് ബസ് ഫുള്ള് മലയാളികൾ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ ചെന്ന സമയത്തും ഞങ്ങളുടെ ഹോട്ടലിലും ഒരു 80% ആൾക്കാരും മലയാളികൾ തന്നെയാണ്. ഞങ്ങളുടെ ഏജൻസിക്കാരുടെ തന്നെയല്ല, വേറെ ഏജൻസിക്കാരുടെ ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ അമ്പലത്തിൽ പോയ സമയത്ത് അമ്പലത്തിൻ്റെ ഉൾഭാഗത്ത് നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും സാധിക്കില്ല, നല്ലൊരു ലൈൻ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ കയറി ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. നല്ല ലൈൻസ് ആയിരുന്നു. നോർത്ത് ഇന്ത്യൻസ് എല്ലാവരും അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷമൊക്കെയാണ് പോകുന്നുണ്ടായിരുന്നത്. അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി, അതിന് ശേഷം അമ്പലത്തിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ കുറേ ഫോട്ടോ എടുക്കാനുള്ളത് അവരുടെ എന്താ പറയുക, ഹിമാചൽ പ്രദേശിൻ്റെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മാതിരി കാശ്മീരിൻ്റെ ഒരു ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, ഇതിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവർ ഇട്ട് തരുന്നതാണ്. അപ്പം 100 രൂപയാണ് ഇതിന് വേണ്ടിയിട്ട്, ഡ്രസ്സിന് വേണ്ടിയിട്ട് അവർ ചാർജ് ആക്കുന്നത്.
അപ്പോൾ ഞാൻ അത് ചെയ്തില്ല. ആതിരേനെ മാത്രം ആ ഡ്രസ്സ് ഇടിപ്പിച്ചു. ഓർണമെൻറ്റ്സ് ഒക്കെ കൂടുതലായിട്ടുള്ളത് ഗേൾസിനാണ്. അപ്പോൾ അതൊക്കെ ഇട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ നിന്ന് കുറച്ച് അടിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് സ്നോ ഫോളിങ് നടക്കുന്നതും അതോടൊപ്പം തന്നെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉള്ള ഒരു ഏരിയ കണ്ടു. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോയിട്ടും ഞങ്ങളവിടെ കുറേ നേരം നിന്നപ്പോൾ തന്നെ കുറച്ച് അത്യാവശ്യം സമയമായിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് കഴിഞ്ഞ് ഡ്രൈവറിനോടൊന്ന് പറഞ്ഞു, ചേട്ടാ ഞങ്ങളൊന്ന് അടിയിലൊന്നും കൂടെ ഇറങ്ങിയിട്ട് വരാമെന്ന്. അവിടെ നിന്നപ്പോൾ ഈ ഒരു എന്താണ് എരുമയാണോ പശുവാണോ എന്ന് അറിയുന്ന ഒരു ടൈപ്പ് സാധനം ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് ഇതൊക്കെ കാശ്മീരിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് ടൂറിസത്തിന് വേണ്ടിയിട്ട്. ഇവിടെ നല്ല രീതിയിലുള്ള വഴുക്കലുണ്ടായിരുന്നു. ഇന്നലെ രാത്രി നന്നായിട്ട് സ്നോ ഇവിടെ വീണിട്ടുണ്ടായിരുന്നു എന്നാണ് ആൾ പറഞ്ഞത്. എവിടെ തിരിഞ്ഞു നോക്കിയാലും ആൾക്കാർ മഞ്ഞിൽ കളിക്കുകയാണ്. അതോടൊപ്പം തന്നെ കുറേ പേര് റീൽസ് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് വന്നു കേട്ടോ. പുറത്തേക്ക് വന്നിട്ട് ഞങ്ങളെ ബുദ്ധിസ്റ്റ് മൊണസ്ട്രിയിലേക്കാണ് കൊണ്ടുപോയത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നമ്മൾ കുറേ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്, അതോടൊപ്പം തന്നെ കുറേ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയും നമുക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫോട്ടോഗ്രാഫി ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ഉള്ളിലേക്ക് ഫോട്ടോഗ്രാഫി ഉണ്ടായിരുന്നു, ബട്ട് അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള കോസ്റ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഡ്രൈവർ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവും കേട്ടോ. അത് വലിയൊരു പോയിൻ്റാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ കൊണ്ടുവന്നാക്കി. ഞങ്ങൾ ഈ പറഞ്ഞ മാതിരി ഇത് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ കറക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമാണ്. അത് നമുക്ക് ഗൈഡ് ചെയ്യാനായിട്ട് അവിടെ ഒരാളുണ്ടായിരുന്നു, ഈ അമ്പലത്തിൻ്റെ തന്നെ ആളാണ്. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അത് കഴിഞ്ഞിട്ട് മെയിനായിട്ടുള്ള സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു മാർക്കറ്റാണ്. മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ആക്ടിവിറ്റീസ്, അതോടൊപ്പം തന്നെ ആക്ടിവിറ്റീസ് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുറേ പർച്ചേസ് ചെയ്യാനുള്ള സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ പറഞ്ഞത് ഇവിടെയുള്ള സാധനങ്ങൾ ഒറിജിനലൊന്നും ആയിരിക്കില്ല, ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. നാളെ പോകുന്ന സമയത്ത് മെയിനായിട്ട് അവിടെ കുളുവിൽ പോകുന്ന സമയത്ത് അവിടെ ഒറിജിനൽ സാധനങ്ങൾ കൂടുതലായിട്ട് കിട്ടുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ കുറേയധികം സ്ട്രീറ്റ് ഫുഡ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു മെയിനായിട്ടുള്ള കാര്യം നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നിങ്ങൾ അധികം ഫുഡ് പുറത്തുനിന്ന് കഴിക്കാത്ത ആൾക്കാർ അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് പോകാത്ത ആൾക്കാരാണെങ്കിൽ ഫുഡ് കഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. എനിക്കത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആതിരയ്ക്ക് കുറേ ഫുഡ് കഴിച്ച സമയത്ത് വയറിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ ഇത്തിരി കൂടി ഹൈജീനായിട്ടും, പിന്നെ നമ്മൾ കുറേ ട്രാവൽ ചെയ്തിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ജീവിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത്രയും ഇഫക്റ്റ് ഒന്നും വരില്ല. ഞാൻ നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പാനിപ്പൂരിയും അങ്ങനത്തെ സാധനങ്ങളും ജിലേബി ഇതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടാണ്. നല്ല ടേസ്റ്റുള്ള ഫുഡുകൾ തന്നെയാണ് കേട്ടോ. ബട്ട് ഈ ഫുഡിൻ്റെ കഴിക്കുമ്പോഴത്തെ കാര്യം നമ്മുടെ ഫയറിൻ്റെ കണ്ടീഷൻ കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഓരോരുത്തരുടെ ഹെൽത്ത് കണ്ടീഷനും ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ആയപ്പോഴാണ് ശരിക്കും തണുപ്പ് അറിഞ്ഞതെന്ന് പറയില്ലേ. ഞങ്ങളവിടെ വന്ന സമയത്ത് ഇട്ട ജാക്കറ്റ്, അതിൻ്റെ മേലെ കൂടെ വേറൊരു ജാക്കറ്റ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ കമ്പിളി 2 കമ്പിളി നമ്മുടെ ഹോട്ടലുകാർ തന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇട്ടിട്ട് പോലും ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, അത്രത്തോളം തണുപ്പാണ്. രാത്രി നോക്കുന്ന സമയത്ത് -6 ആയിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ ബാൽക്കണിയിൽ നിന്ന് കാണുന്ന വിഷ്വലാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു വിഷ്വലാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ മോർണിംഗ് എഴുന്നേക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാത്റൂമിൽ പോകാൻ പോലും പറ്റാത്തൊരവസ്ഥ എന്ന് പറയില്ല. തണുത്ത് വിറച്ച്. പിന്നെ ഞങ്ങൾക്ക് ബാത്റൂമിൽ വാട്ടർ ഹീറ്റർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുളിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ബട്ട് റൂമിൻ്റെ ഉള്ളിൽ ഹീറ്റർ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതെനിക്ക് വലിയൊരു നെഗറ്റീവായിട്ട് തോന്നി. നമുക്ക് തണുവ് നമ്മൾ പറയില്ല എക്സ്ട്രീം ലെവലാണ്. സോക്സ് വരെ ഇട്ടിട്ടാണ് നമ്മൾ രാത്രി കിടന്നുറങ്ങിയത്. പിന്നെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ അത് എന്നാലും നമ്മൾ അതിജീവിച്ച്, പിന്നെ നമ്മുടെ പ്രായം ഒത്തിരി കൊണ്ട് ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം പിടിച്ചെടുക്കാൻ വേണ്ടി പറ്റിയെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. നമുക്ക് വന്ന ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ല. അത് നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് പെയ്ഡായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അതിനുശേഷം ഡിന്നർ തൊട്ടിട്ടാണ് നമ്മുടെ പാക്കേജിലുള്ളത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നത്തെ ദിവസത്തെ ഡിന്നർ ഉണ്ട്, പിറ്റേ ദിവസത്തെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ലഞ്ച് ഒരു ദിവസത്തെയും ഉണ്ടായിരിക്കില്ല. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഡിന്നർ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അന്നത്തെ ദിവസം രാത്രി പോവുകയാണ്. അങ്ങനെയാണ് നമ്മുടെ പാക്കേജിൽ വരുന്നത്. അപ്പോൾ നമുക്ക് 2 ബ്രേക്ക്ഫാസ്റ്റും 2 ഡിന്നറും നമുക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കാം. ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പറായിരുന്നു. ഇതാണ് ഞങ്ങളുടെ മോർണിംഗ് ആയിട്ടുള്ള സെക്കൻഡ് ഡേയിലെ മോർണിംഗ്.
നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ പോയിൻ്റാണ് ഈ കാണുന്നത്. ഇനി നമ്മൾ പോകാനായിട്ട് പോകുന്ന മെയിൻ സ്ഥലം എന്ന് പറയുന്നത് സോളൻ വാലിയാണ്. ഇത് മണാലിയിൽ നിന്ന് 35 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് സോളൻ വാലി കിടക്കുന്നത്. ഇവിടെയാണ് ശരിക്കും മഞ്ഞുവീഴ്ച ഉള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയത്. അവിടെ എത്തിയ സമയത്ത് നമുക്ക് സെപ്പറേറ്റ് അവിടെ നിന്ന് ഡ്രസ്സ് വാടകയ്ക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇട്ടിരിക്കുന്ന ജാക്കറ്റ് ഇട്ടാൽ പോലും നമുക്ക് തണുപ്പിനെ സഹിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മളവിടെ പോയിട്ട് റെൻ്റായിട്ട് നമുക്ക് ഡ്രസ്സുകൾ അവൈലബിൾ ആണ്. നമ്മുടെ ഈ ജാക്കറ്റിന് അവർ ഈടാക്കുന്ന കോസ്റ്റ് 200 രൂപയാണ്. ഷൂവിന് 200 രൂപ തന്നെയാണ് തോന്നുന്നു. അപ്പം എല്ലാം കൂടി നമുക്ക് വന്ന കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 രൂപയാണ്. ഷൂവ്, ഹാൻഡ് ഗ്ലൗസ്, ഈ സോക്സ്, പിന്നെ ഈ ജാക്കറ്റ്. ഷൂ തിരിച്ചു കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ജാക്കറ്റും തിരിച്ചു കൊടുക്കേണ്ടതാണ്. നമുക്ക് ഗ്ലൗസും സോക്സും നമുക്ക് കിട്ടും. അപ്പോൾ പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള എന്താ പറയുക കുറേ പോയിൻറ്റുകളുണ്ട്. അപ്പോൾ അതിന് പലതരത്തിലുള്ള കോസ്റ്റാണ് അവർ ചാർജ് ചെയ്യുന്നത്. നമ്മളോട് നമ്മുടെ ഏജൻറ്റ് മുന്നേ നമുക്ക് വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർ പറയുന്ന പ്രൈസിൻ്റെ പകുതി പറഞ്ഞാൽ മതി, ആ റേറ്റിനൊക്കെ നമുക്ക് ഓക്കെ ആവും. അപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നതിൽ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് ഭയങ്കര റേറ്റുകളാണ് പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് അത്ര വലുതല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ പോകാനാണ്. എന്തായാലും പോയതിൻ്റെ രീതിയിൽ 2-3 ആക്ടിവിറ്റീസും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ കപ്പിളിൻ്റെ പാക്കേജ് അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 ആക്ടിവിറ്റിക്ക് 5500 6000 പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞതനുസരിച്ച് ഞാൻ 2000 നേരിട്ട് പറയുകയും ചെയ്ത്. അങ്ങനെ 2500 രൂപയ്ക്ക് നമുക്ക് 2 പേർക്ക് കൂടിയിട്ട് ഈ കാണുന്ന സ്കൈറ്റിങ്, അതിനെന്താ പറയുക, നമ്മൾ സ്കൈറ്റിങ് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു ഒഴുകുന്ന സെറ്റപ്പ്, ഒഴുകുന്ന തന്നെ നമ്മളൊരു എയർ തറച്ചിട്ടുള്ള ഒരു ട്യൂബും ഒക്കെ ഇരുത്തിയിട്ട് നമ്മളെ ഒഴുകി വിടുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിപ്പ് ലൈൻ അറൗണ്ട് 1 കിലോമീറ്റർ വൺ സൈഡ്, പിന്നെ അതിന് തിരിച്ചൊരു 1 കിലോമീറ്റർ, അങ്ങനെയാണ് സിപ്പ് ലൈൻ വരുന്നത്. അങ്ങനത്തെ 3 ആക്ടിവിറ്റീസാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. 3 ആക്ടിവിറ്റീസിനും കൂടിയിട്ട് വന്നത് 2500 രൂപയാണ് 2 പേർക്ക് കൂടി വന്നിട്ടുണ്ടായിരുന്നത്. കുറേ അധികം ആക്ടിവിറ്റീസ് വേറെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ബങ്കി ജമ്പ് പോലുള്ള ജമ്പ്, പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഊഞ്ഞാൽ മരത്തുള്ള ഭയങ്കര ഹൈറ്റിലേക്ക് പോകുന്ന ഊഞ്ഞാൽ, അതൊന്നും നമ്മൾ ചെയ്തില്ല. നമ്മൾക്കിത് മെയിനായിട്ട് ഈ സ്കൈറ്റിങ് ചെയ്യാൻ വേണ്ടി കുറേ അധികം കഷ്ടപ്പെട്ടു കേട്ടോ, ക്ഷീണിച്ചു. ഇതാണ് നമുക്ക് കുറേ സമയം വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. എന്താ കേസ് എന്നുണ്ടെങ്കിൽ ഇതിന് ടൈം ലിമിറ്റ് ഇല്ല. നമ്മൾ പഠിച്ചു വരാൻ തന്നെ നമുക്കൊരു 15-20 മിനിറ്റ് പിടിക്കും. എന്നാൽ തന്നെയാണ് കുറച്ചും കൂടി നമുക്ക് സ്വയമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെയാണ് നമ്മൾ പറയുന്ന ആ റോപ്പിൽ കിടന്ന് ചാടുന്നതും. അത് കഴിഞ്ഞ് അപ്പുറത്ത് കാണാൻ സാധിക്കും ഒരു സീറ്റുമ്മ കിടന്നിട്ട് ആടുന്ന ഒരു ഊഞ്ഞാലുമാരി ആടുന്നത്, മേലെ കൂടെ സിപ്പ് ലൈൻ പോകുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട്. ഇത് പഠിക്കാൻ വേണ്ടി ഞാൻ കുറേ നേരം കഷ്ടപ്പെട്ടു. കുറേ നേരം ഇരുന്നതിന് ശേഷമാണ് കുറച്ചൊന്ന് ആയി തുടങ്ങിയത്. കുറേ വട്ടം വീഴും കേട്ടോ. ഇത് ചെയ്യുന്ന എല്ലാവരും ഒന്ന് ശ്രമിക്കുമ്പോഴേക്കും നേരെ കെട്ടിമറിഞ്ഞ് വീഴുന്നൊരു സെറ്റപ്പാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. അത് കഴിഞ്ഞിട്ട് ആ വഴിയിലൂടെ നമ്മൾ ഇത് കഴിഞ്ഞ് അവിടെ കൊടുത്തിട്ട് നേരെ പോയിട്ടുണ്ടെന്ന് ഒരു റിവർ അതിൽ കൂടെ ഒഴുകുന്നുണ്ടായിരുന്നു. ആ റിവറിൻ്റെ അടുത്തേക്ക് പോയിട്ട് അത് കഴിഞ്ഞ് അങ്ങോട്ട് ഫുള്ള് മഞ്ഞാണ്. നമ്മൾ റിവർ ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ എന്തോ ഒരു ലോകത്തെ ഒരു ഫീലാണ് കേട്ടോ. വെള്ളത്തിനാണെങ്കിൽ കൊടും തണുപ്പ്. ഈ ജാക്കറ്റ് ഇട്ടുള്ളതുകൊണ്ട് നമുക്ക് അത്രത്തോളം തണുപ്പ് ഫീൽ ചെയ്യുന്നു. ഞങ്ങൾ ആ റിവർ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഷൂവിൻ്റെ ഉള്ളിൽ നമ്മുടെ വെള്ളം പോയിട്ടായിരുന്നു. മോനെ കാലൊക്കെ എന്താ പറയുക വേറെ ലെവലാക്കി കളഞ്ഞു. കണ്ടോ, സിപ്പ് ലൈനിൽ പോകുന്ന ആക്ടിവിറ്റീസാണ്. നമ്മൾ ഇവിടെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാല് വയ്ക്കുന്ന സമയത്ത് മഞ്ഞിൻ്റെ ഉള്ളിൽ താന്ന് പോകുന്നുള്ള ഒരു അവസ്ഥയാണ് കാണുന്നത്. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്നിട്ട് ഒന്നാമത് ആതിരയ്ക്ക് ആ സമയം ആകുമ്പോഴേക്കും എന്താ പറയുക ടോട്ടലായിട്ട് വയ്യാണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളവിടെ കുറേ നേരം ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ മഞ്ഞത്തിരുന്ന് കുറേ റീൽസും അതോടൊപ്പം തന്നെ അവിടെയുള്ള നമ്മൾക്ക് വരുന്ന എല്ലാവരോടും നമ്മൾ പറയും ഫോട്ടോ എടുക്കാനായിട്ട് പറയുന്നു. അവരെ ഫോട്ടോ നമ്മളെടുക്കും, നമ്മുടെ ഫോട്ടോ അവരെടുക്കും. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പോകുന്നുണ്ടായിരുന്നത്. പിന്നെ അവിടെ എല്ലാ സാധനവും നല്ല കോസ്റ്റാണ് കേട്ടോ.
ഞാനിപ്പം മോമോസാണ് എനിക്ക് ഭയങ്കര അധികം അവിടെ എത്തി ചെന്നിട്ട് നല്ല ടേസ്റ്റുള്ള മോമോസാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു മാഗിക്ക് ഒരു വാങ്ങുന്ന രൂപ എന്നുണ്ടെങ്കിൽ 80 രൂപയാണ് ഒരു മാഗി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങുന്നത്. മോമോസിനൊക്കെ ഞാൻ കഴിക്കുന്നതിന് എത്ര 80 രൂപയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് 5 പീസിന് വേണ്ടിയിട്ട്. ഞങ്ങളത് കഴിഞ്ഞ് അവിടെ നിന്ന് കുറേ നേരം ഞങ്ങളുടെ ഇന്നത്തെ ദിവസം ഫുള്ളായിട്ട് ഈ സോളൻ വാലിയിലാണ്. നമുക്കൊരു വേണമെങ്കിൽ 2 ദിവസം ഇവിടെ എൻജോയ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് അവിടെ തന്നെ ഉണ്ട് കേട്ടോ. മഞ്ഞത്ത് നമ്മൾ മറിഞ്ഞാലും തിരിഞ്ഞാലും എവിടെ നോക്കിയാലും മഞ്ഞ് തന്നെ. കുറേ പേര് റീൽസ് ചെയ്യുന്നുണ്ട്, കുറേ പേര് ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്, കുറേ പേര് ചുമ്മാ നടക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും കപ്പിൾസായിട്ടാണ് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇത് ഞങ്ങൾ സിപ്പ് ലൈൻ ചെയ്യുന്ന ഒരു ഇതാണ് കാണുന്നത്. അവിടെ നിന്ന് പോരാൻ കുഴപ്പമുണ്ടായിരുന്നില്ല, 2 പേരും കൈപ്പിടിച്ചാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരു 200 മീറ്റർ മേലേക്ക് കയറിയിട്ടാണ് അവിടെ നിന്നുള്ള സിപ്പ് ലൈൻ സ്റ്റാർട്ടാവുന്നത്. അവിടെ കയറാൻ തന്നെ നല്ല പേടിയാവുന്ന രീതിയിലാണ് കേട്ടോ. അങ്ങനെ അതിൽ തന്നെ ഞാൻ പിടിച്ച് വലിച്ച് മേലേക്ക് കയറ്റി ഞങ്ങൾ പോയി. എന്നാൽ ലൈഫിൽ വളരെ എന്താ പറയുക എൻജോയ് ചെയ്യുന്ന ഒരു മൊമെൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സിപ്പ് ലൈൻ എന്ന് പറയുന്നത് ശരിക്കൊരു എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് തരുന്നുണ്ട്. അത് നമുക്ക് ഗോപ്രൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യാനുള്ള എക്സ്ട്രാ പൈസ കൊടുത്തു കഴിഞ്ഞാൽ സാധിക്കും. അതൊന്നും ഞാൻ ചെയ്തില്ല. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണല്ലോ മെയിനായിട്ടുള്ള കാര്യം. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 4 മണിയോട് കൂടിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ ഭയങ്കര സ്നോഫോളൊക്കെ വീണ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി തന്നെയുള്ള ചാൻസ് ഉണ്ടെന്ന് ഞങ്ങളുടെ ഡ്രൈവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ആക്ടിവിറ്റീസൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഒരു 5:45 ഞങ്ങൾ റൂമിലെത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളവിടെ നിന്ന് റൂമിൽ ചെന്നിട്ട് വേഗം കിടക്കാന്നുള്ള പ്ലാനിലായിരുന്നു. മോർണിംഗ് എഴുന്നേറ്റ് ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് ഇവിടെ നിന്ന് നമ്മൾ മണാലിയിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോവുക. ഈ സ്നോ ഹിൽ എന്ന് പറയുന്ന ഹോട്ടലിൽ നിന്നാണ് ചെക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്ന് ഈവനിങ് ഇവിടെ നിന്ന് നമ്മൾ വോൾവോ ബസ്സിൽ പോകുന്നതായിരിക്കും. അപ്പോൾ ചെറിയ കാര്യങ്ങൾ ഇനിയൊരു എന്താ പറയുകയാണെങ്കിൽ ഒരു 10 മണിക്കൂറോളം നമ്മൾ മണാലിയിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം പോകുമായിരിക്കും. അപ്പോൾ നമുക്കിനി അങ്ങനെ ചെക്കൗട്ടൊക്കെ കഴിഞ്ഞു. ഞങ്ങളൊരു 6500 രൂപയാണ് സ്റ്റാർട്ടിങ്ങിന് നമ്മൾ വന്നിട്ടുള്ള ഏജൻസിക്കാർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള 6500 രൂപ ഞങ്ങളുടെ ഈ ഹോട്ടലിലെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ ഏജൻസിക്കാരോട് വിളിച്ച് ഉറപ്പ് വരുത്തിയിട്ട് ഇവിടെ പൈസ കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു പൈസ ഇവിടെ കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പൈസ കൊടുത്തതിന് ശേഷം ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് മണാലിയിൽ നിന്ന് കുളുവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഒന്നാമത്തെ കാര്യത്തിൽ ഭയങ്കര വിഷമത്തിലായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് കഴിഞ്ഞല്ലോ എന്താ പറയുക നമ്മളെന്ത് പെട്ടെന്നാണ് പോയെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾക്ക് കുളുവിൽ പോയിട്ട് എന്തെങ്കിലും കാണാൻ കിട്ടും. അപ്പം ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്ന ഡ്രൈവർ അന്നത്തെ ദിവസം വന്നിട്ടുണ്ടായിരുന്നില്ല. 2 ദിവസം നമ്മളെ കൊണ്ടുവരുന്ന ഡ്രൈവർ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നില്ല കേട്ടോ. ആള് ഭയങ്കര കമ്പനിയായിരുന്നു. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതിന് മുന്നേ ആളെല്ലാ ലൊക്കേഷനിലേക്ക് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ ആളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആളുടെ ആരോ മരിച്ചു എന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. ആളുടെ ഒരു കൂട്ടുകാരനാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറേ സ്ഥലങ്ങളിലേക്ക് ആൾ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഈ ടെമ്പിളിലാണ്. വളരെ പഴക്കം ചെന്നിട്ടുള്ള ഒരു അമ്പലം തന്നെയാണെന്ന് തോന്നുന്നു. പലതരത്തിലുള്ള ദേവന്മാരുടെ രൂപങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ ഇങ്ങനെ കയറി പോകുന്ന സിസ്റ്റമാണ്. അങ്ങനെ അടിയിൽ ചെന്ന് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും സ്റ്റെപ്പ് കയറി പിന്നെ അതിന് മേലെ അങ്ങനെ കുറേ ഒരു 6-7 സ്റ്റെപ്പുകൾ കയറിയിട്ട് നമുക്ക് മേലെ പോകാനായിട്ട് സാധിക്കും. അപ്പോൾ കഴിഞ്ഞ് നല്ല വ്യൂ ആണ് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. അവിടെ നിന്ന് റാഫ്റ്റിങ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് വ്യൂ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ കുറച്ച് പൈസേരെ എന്താ പറയുക എല്ലാ സ്ഥലങ്ങളിലും പൈസ വാങ്ങുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അവിടെ പോയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ വല്ലവരും കമൻറ്റ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. വിശ്വാസമുള്ളവർക്ക് ചെയ്യാം എന്നുള്ള രീതിയാണ്. അപ്പോൾ ഞങ്ങൾ നല്ല വിശ്വാസത്തോടു കൂടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ പോകുന്നത് പാരാഗ്ലൈഡിങ് ലൊക്കേഷനിലും അതോടൊപ്പം തന്നെ കൈത്തറി സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഏരിയയിലേക്കാണ്. അതിന് മുന്നേറ്റ് നമ്മൾ പോകുന്ന സമയത്ത് തന്നെ അവിടെ ഫുഡ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. ഞാൻ മാത്രമാണ് കഴിച്ചത്, ആതിര കഴിച്ചില്ല കേട്ടോ. ആതിര ഫുഡും കൂടി ഞാനാണ് കഴിച്ചത്. ചോറും പരിപ്പ് കറിയും
ഉരുളക്കിഴങ്ങ് കറിയൊക്കെ കൂടിയിട്ടുള്ള നോർമലായിട്ടുള്ള ഒരു ചെറിയൊരു ഫുഡാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ കഴിച്ചു. അതൊരു വലിയൊരു കാര്യം തന്നെയാണ് എനിക്ക് ചെയ്യുന്നതെന്ന് തോന്നിയിട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് കുറേ ഡ്രസ്സുകൾ വാങ്ങുന്ന സ്ഥലത്തേക്കാണ്. അവിടുത്തെ എന്താ പറയുക, ഹിമാചൽ സിൽക്സ്, അതോടൊപ്പം തന്നെ കുറേ ആയുർവേദിക്കായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് മാനുഫാക്ചർ ചെയ്തിട്ടുള്ള സിൽക്കുകളൊക്കെ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ പാരാഗ്ലൈഡിങ് ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. പാരാഗ്ലൈഡിങ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഭയങ്കര റേറ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 6000-7000 റേറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഞങ്ങളുടെ ഏജൻസിക്കാർ വന്നിട്ടുണ്ടെങ്കിൽ ഒരു 2000 രൂപയ്ക്കൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും, അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് ആദരിക്കുന്ന കാര്യത്തിൽ പേടിയായി. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ബഡ്ജറ്റ് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു. 3-ാം ദിവസത്തിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൊമെന്റിലാണ്. ബട്ട് എനിക്ക് അത്ര വലുതായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. 3-ാമത്തെ ദിവസം എനിക്ക് പ്രത്യേകിച്ച് 3-ാമത്തെ ദിവസം വളരെ മോശം. നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഹാൻഡ്ലൂംസ് ഉണ്ട്, ഭയങ്കരമായിട്ട് അതിന്റെ ഷോപ്പുകൾ മാത്രം കാശുള്ള പരിപാടിയാണ്. ഭയങ്കര പ്രൈസ് ആണ് നമുക്ക്. അതല്ലാതെ വേറെ ഒന്നും ഇല്ല ഇവിടെ കാണാൻ. പിന്നുള്ളത് പാരാഗ്ലൈഡിങ്ങും പിന്നെ മറ്റേ വെള്ളത്തിൽ കൂടെ മറ്റേ ഡ്രിഫ്റ്റിങ്ങോ മറ്റേ പരിപാടി ഉണ്ടോ, റാഫ്റ്റിംഗ് ആണ് ഉള്ളത്. അപ്പോ അതിന് ഭയങ്കര റേറ്റാ പറയണത്. 2000 തൊട്ടൊക്കെ പറയുന്നുണ്ട്. ഇതിനാകുമ്പോൾ 3500-4000 റേഞ്ചൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് വലിയൊരു എമൗണ്ട് കപ്പിളായിട്ട് വരാണെങ്കിൽ തന്നെ വലിയൊരു എമൗണ്ട്, ഒരു 10-15,000 വരെ അടുത്ത് ചിലവരും തോന്നണേ. 4000 വെച്ചാൽ 8000, 10-10,000 രൂപ എന്തായാലും വരും ഈ 2 ആക്ടിവിറ്റി ഒരു കപ്പിളായിട്ട് ചെയ്യണമെങ്കിൽ. ഒന്നുകൊണ്ടുള്ളതല്ല, ഓരോ ഔട്ട്ലെറ്റ് കടകളാണ്. ആ കടകളിൽ നമുക്ക് വേണമെങ്കിൽ ചെന്ന് വാങ്ങാം. അപ്പോൾ ഓരോ കടകളിൽ കൊണ്ട് നിർത്തും. അപ്പോൾ അവിടെ ഭയങ്കര ഒരു ആയുർവേദിക് അത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ സാധനങ്ങളാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ അവിടെ ഭയങ്കര റേറ്റാണ്. സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് 1000 രൂപ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ 2000, 3000, 4000 വരെ. സാരി മാത്രമാണ് ഞങ്ങൾ നോക്കിയുള്ളൂ, വേറെ ഒന്നും നോക്കിയില്ല. പിന്നെ അങ്ങനെ നോക്കുകയാണെങ്കിൽ പൈസ ഇഷ്ടം പോലെ വേണ്ടി വരും. അതുകൊണ്ട് നോക്കിയില്ല, എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടു. ഒരു അമ്പലത്തിൽ പോയപ്പോൾ അവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ എല്ലായിടത്തും പൈസ കൊടുക്കണം. മീൻസ് പൈസ ആയിട്ട് ചോദിക്കില്ലെങ്കിലും എല്ലാവരും ഇങ്ങനെ പാത്രം വെച്ചിട്ടുണ്ടായിരിക്കും കാശ് ഇടണം എന്നുള്ളൊരു മെന്റാലിറ്റിയാണ്. വെക്കാൻ പറഞ്ഞു, ബാക്കിയോടത്തൊന്നും വെക്കാൻ പറഞ്ഞില്ല. ഫുഡിന്റെ അവിടെ നമ്മൾ വെക്കണം എന്നുള്ളതല്ല, ബട്ട് എന്നാലും നമ്മൾ ആ പറഞ്ഞ നിലയ്ക്ക് നമ്മൾ എന്തായാലും പൈസ വെക്കുമല്ലോ. പിന്നെ ഒരു കേസ് എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പാത്രം തരുന്നുണ്ട്, അതിന് 150 രൂപ 250 രൂപ അങ്ങനെ ഒരു കൊട്ടയിൽ കുറച്ച് സാധനങ്ങൾ ഇതുണ്ട്, അതിനൊരു ചാർജ് ഈടാക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഹിമാചലിൽ നിന്ന് തിരിച്ച് വോൾവേഴ്സ് കയറാൻ പോവാണ്. അപ്പോൾ ഈ ട്രിപ്പിനെ കുറിച്ച് ടോട്ടലായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ മറക്കാൻ സാധിക്കാത്ത ഒരു മണാലി ട്രിപ്പ് തന്നെയാണ് ഇത്. അറേഞ്ച് ചെയ്തിട്ടുള്ള ഞങ്ങൾ ട്രാവൽ ഏജൻസിക്കാർക്കും വളരെയധികം നന്ദിയുണ്ട്. നല്ല രീതിയിലുള്ള സർവീസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒറ്റയ്ക്കാണ് വന്നത്, എന്നിട്ട് കൂടിയും നമുക്കൊരു ബുദ്ധിമുട്ടോ ഒരു കാര്യത്തിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ള ഡ്രൈവർമാരായിക്കോട്ടെ, നമ്മുടെ ലൊക്കേഷനിൽ കൊണ്ടുപോകുന്നതായിക്കോട്ടെ, നിങ്ങളുടെ പിക്കപ്പ് ആയിക്കോട്ടെ, ഹോട്ടലായിക്കോട്ടെ, നല്ല രീതിയിലുള്ള ഒരു സർവീസാണ് യെലഹോ ട്രാവൽ ഏജൻസിക്കാർ തന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഞങ്ങൾ ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. ഈ കാര്യത്തിൽ നമ്മളെ മര്യാദയ്ക്ക് അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ നോക്കിയെന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. അങ്ങനെ ഞങ്ങൾ റിട്ടേൺ ചെയ്യണം. 3-ാമത്തെ ദിവസത്തിന് മാത്രം ഞങ്ങൾക്ക് പാരാഗ്ലൈഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് അതൊരു നല്ലതായിട്ട് തോന്നാതിരുന്നത്. 4:30 ഞങ്ങളോട് ബോർഡിംഗ് എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ഒരു 2 മണിയാകുമ്പോഴേക്കും അവിടെ എത്തിച്ചായിരുന്നു. ഞങ്ങൾ പാരാഗ്ലൈഡിംഗ് ഒന്നും കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ട് ഞങ്ങൾ വേഗം തന്നെ വന്നിട്ട് അവിടെ നിന്ന് ഇരുന്ന് കുറേ റീൽസ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ അവിടെ നിന്ന് റീൽസൊക്കെ ചെയ്യാണ് ചെയ്തത്. അങ്ങനെ കറക്റ്റ് സമയത്ത് തന്നെ ബസ് അവിടെ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വന്ന സെയിം ബസ് തന്നെയാണ് ഞങ്ങൾക്ക് റിട്ടേൺ പോകാനുണ്ടായിരുന്നത്, ക്യാബ് ഇന്ത്യയുടെ. അങ്ങനെ ഞങ്ങൾ കുളുവിനോടും മണാലിയോടും ബായ് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഹണിമൂണിനെ വളരെയധികം എന്താ പറയുക എക്സൈറ്റ് ആയിരിക്കും. നമ്മുടെ എല്ലാവരുടെയും മെയിനായിട്ടൊരു എന്താ പറയുക ഡ്രീം ഒരു ലൊക്കേഷനാണ് ഹിമാചലിലെ ഈ കുളു മണാലി എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ 1 ടൈമെങ്കിലും വന്നിരിക്കേണ്ട മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ലൊക്കേഷൻ തന്നെയാണ് ഈ കുളു മണാലി. ഈ ട്രാവൽ ഞങ്ങൾക്ക് കൺവീനിയൻ്റ് ആക്കി തന്നുള്ള യെഹോളോ ഹോളിഡേയ്സിന് വളരെ നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു.